നമ്മൾ ഈ ഒരു റിലീജിയസ് ഹിസ്റ്റോറിയൻസിൻ്റെ സൈഡിലൂടെ ഇതൊക്കെ പറയുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മുടെ ഒരു അനുഭവം വെച്ചിട്ടും തന്ത്രഗ്രന്ഥങ്ങളെ കോട്ട് ചെയ്ത് ഇതൊക്കെ പറയുമ്പോഴും കുറേ ആൾക്കാർക്ക് ഇതൊക്കെ ഉള്ളതാണോ അതോ പിന്നീടൊക്കെ ചമച്ചതാണോ എന്നൊക്കെ ഒരു സംശയം വരാം. അപ്പോൾ ഇതിന് എത്രത്തോളം പഴക്കമുണ്ടെന്നുള്ളത് നമുക്ക് ഹ്യൂമൻ ഹിസ്റ്റോറിക്കലായിട്ടുള്ള വിഷയങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ആർക്കിയോളജിസ്റ്റുകളുടെ ഒരു കണ്ണിലൂടെ ഇതിനെ ഒന്ന് കാണാം. അവരുടെ ഒരു കണ്ടെത്തലുകളിലൂടെ നമുക്ക് ഇതിനെ ഒന്ന് അന്വേഷിക്കാം. ഈ ഇന്നത്തെ ആർക്കിയോളജിക്കൽ സ്റ്റഡീസ് വെച്ചിട്ടും ഇത് വെച്ചിട്ടും ആഫ്രിക്കയിൽ നിന്നുമാണ് ആദ്യ മനുഷ്യൻ ഉണ്ടായതെന്നും അത് മൈഗ്രേറ്റ് ചെയ്ത് പഴയ ഇന്ത്യയുടെ ഭാഗത്തേക്ക് വരികയാണെന്നും ഓൾഡ് ഇന്ത്യയുടെ ഭാഗത്തേക്ക് വരികയാണെന്നും ആ ഏരിയയിൽ മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻസും അതുപോലെ തന്നെ ഇൻഡസ് വാലി അല്ലെങ്കിൽ ഹാരപ്പൻ സിവിലൈസേഷൻസും ഇങ്ങനെ അനവധി സിവിലൈസേഷൻസുകളായിട്ട് മാറിയെന്നും ഒക്കെയാണ് നമ്മൾ കുറച്ചു കാലം മുമ്പ് വരെ ധരിച്ചു വെച്ചിരുന്നത്. ഇപ്പോഴും അങ്ങനെ ധരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം ഈ ഇൻഡസ് വാലി സിവിലൈസേഷനിൽ നിന്നുമാണ് ശരിക്കും ഒരു BCE 5000 വരെയാണ് ഹിന്ദുയിസത്തിൻ്റെ ഒരു പഴക്കം എന്ന് പറയുന്നത്. കാരണം അതിൽ നിന്ന് കിട്ടിയിട്ട ശൈവ കൾട്ടിൻ്റെ അല്ലെ ശൈവ കൾച്ചറിൻ്റെ ഈ നടരാജ വിഗ്രഹങ്ങളും അങ്ങനെയുള്ള അനവധി കാര്യങ്ങളും അതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ വെബ്സൈറ്റിൽ നോക്കിയാലും ഒരു BCE 3000 പുറകിലോട്ട് ഹിന്ദു സബ്ജക്റ്റുകളെ, ഹിന്ദുവിൻ്റെ പഴക്കം അല്ല ഹൈന്ദവ സമ്പ്രദായത്തിൻ്റെ സനാതനധർമ്മ വിഷയങ്ങളുടെ പഴക്കത്തെക്കുറിച്ച് പറയുന്നത് പൊതുവേ അങ്ങനെ കാണാറില്ല. പക്ഷെ അതിന് മുകളിലേക്ക് ആ വിഷയത്തെ കൂടുതൽ അന്വേഷിച്ച് പോകണമെങ്കിൽ നമ്മൾ ആർക്കിയോളജിസ്റ്റുകളുടെ ഇതിലേക്ക് കടന്നു പോകണം. ഈ അടുത്ത സമയത്ത് ഇറങ്ങിയ ഈ സാപ്പിയൻ എന്ന് പറയുന്ന ബുക്ക് എഴുതിയിട്ടുള്ള യുവൽ നോഹ ഹരാരി എന്ന് പറയുന്ന ആള് ഈ ബുക്ക് 21 Lessons for the 21st Century എന്ന് പറയുന്ന ഈ പുസ്തകത്തിൽ ഇദ്ദേഹം പറയുന്ന ഒരു അഭിപ്രായമുണ്ട്. എനിക്ക് ഭയങ്കര ഒരു സങ്കടവും തോന്നി. പിന്നെ ഇവർ എന്താ ഇങ്ങനെ പറയുന്നതെന്നുള്ളതും കൂടെ ഒരു അന്വേഷണം എനിക്കുണ്ടായി. അപ്പം ഇവർ പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കാർ ഞങ്ങളുടെ സംസ്കാരമാണ് വലുത് എന്ന് പറഞ്ഞ് ഇമോഷണലി ആണ് പറയുന്നത്. ഈജിപ്തിൽ ചെന്നാൽ ഈജിപ്തുകാരുടെ സംസ്കാരമാണ് വലുത് എന്ന് പറയും. ഗ്രീസിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ പറയും അവരുടെയാണ്. പക്ഷേ നമ്മൾ ശരിക്കും ഹ്യൂമൻ ഹിസ്റ്ററിയെക്കുറിച്ച് പഠിക്കുകയും അതിനെക്കുറിച്ച് പോയിട്ടുള്ള സ്കോളേഴ്സിൻ്റെ അടുത്ത് ഈ സബ്ജക്റ്റുകളെക്കുറിച്ച് അന്വേഷിക്കും. അവരെല്ലാം ഇവരുടെ അഭിപ്രായങ്ങളെ തള്ളിക്കളയാണ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ സോഷ്യൽ മീഡിയയിലും അങ്ങനെയുള്ള ആൾക്കാരുമൊക്കെ കൂടുതൽ പറയുമ്പോൾ മാത്രമാണ് ഇവരെയൊക്കെ കോട്ട് ചെയ്യുന്നത്. ഈ യുവൽ നോഹ ഹരാരിയെയും അതേപോലെ തന്നെ ഏത്തിസ്റ്റുകളാണ് കൂടുതലും അദ്ദേഹത്തെ കോട്ട് ചെയ്യുന്നത്. ഈ പറഞ്ഞ വിപാസന മെഡിറ്റേഷനെ കുറിച്ചൊക്കെ പുള്ളി പറയുന്നുണ്ടെങ്കിൽ പോലും ഇദ്ദേഹത്തെ കൂടുതലും കോട്ട് ചെയ്ത് കണ്ടിട്ടുള്ള ഒരു ഏത്തിസ്റ്റിക് ആറ്റിറ്റ്യൂഡ് ഉള്ളവരാണ്, അല്ലെങ്കിൽ അതിനെ ഫോളോ ചെയ്യുന്നവരാണ്. അത് കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഫോളോ ചെയ്യുന്നവരാണ്. അതുപോലെ തന്നെ ഈ പറഞ്ഞ ഗ്രഹാം ഹാൻകോക്കിനെ കുറിച്ചുള്ള കാര്യങ്ങളും കൂടുതലും ഈ പുതിയൊരു മോഡേൺ ആൾക്കാർ അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഇവർ പറഞ്ഞതാണോ ശരി എന്നുള്ളത് അന്വേഷിക്കുമ്പം ഹ്യൂമൻ ഹിസ്റ്ററിയെക്കുറിച്ച് പഠിക്കുന്ന ശരിക്കുള്ള ആർക്കിയോളജിസ്റ്റുകൾ ഇവരുടെ അഭിപ്രായത്തെ തള്ളിക്കളയുകയാണ് ചെയ്തിട്ടുള്ളത്. അതിന് കാരണം എന്ന് പറയുന്നത് അവർ ഇതിന് എവിഡൻസ് ഇല്ലാത്ത പല കാര്യങ്ങളുമാണ് ഈ പറയുന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് അവരതങ്ങനെ പറയുന്നത് എന്നുള്ളതും നമുക്കൊന്ന് നോക്കാം. അവരിതിനെയൊക്കെ ആൾട്ടർനേറ്റീവ് തിയറി എന്നാണ് പറയുന്നത്. ഈ ആൾട്ടർനേറ്റീവ് തിയറികൾക്ക് ഒരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിഡൻസ് ഉണ്ടാകത്തില്ല. അതിന് കാരണം അവർ പല കാര്യങ്ങളും പഠിക്കുമ്പം അവർക്കൊരു SOP ഉണ്ട്, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഉണ്ട്. ആ ഒരു പ്രൊസീജിയറിനനുസരിച്ചാണ് ഇവരത് പഠിക്കുന്നത്. അങ്ങനെ നോക്കുമ്പം ലേറ്റസ്റ്റ് ആയിട്ടുള്ള 2024 കാലയളവിലും ആർക്കിയോളജിക്കൽ സാറ്റലൈറ്റ് ഹ്യൂമൻ ഹിസ്റ്ററിയെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ള, ഇന്ന് വരെ ഭൂമിയിൽ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ള കാര്യങ്ങളിൽ 10% താഴെയാണ് ആക്ച്വലി എക്സ്കവേറ്റ് ചെയ്തിട്ടുള്ളത്, പൊക്കിയെടുക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. അതിൽ പലതും ഒരു പ്രോപ്പർ എവിഡൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവരതിലേക്ക് പുറത്തേക്ക് വിടാത്തതുമാണ്. ഈ അടുത്ത കാലത്തായിട്ട് ഹരിയാനയിൽ പ്രീ ഹാരപ്പൻ ആയിട്ടുള്ള ഒരു സ്ഥലം എക്സ്കവേറ്റ് ചെയ്യുകയും BCE 7000 വരെയുള്ള കാര്യങ്ങളുടെ എവിഡൻസ് കിട്ടുകയും ഹിന്ദുയിസമായിട്ട് ബന്ധപ്പെട്ടിട്ട്, അതായത് BCE 7000 വരെ പറയുന്ന സ്പിരിച്വൽ, ഇന്നത്തെ ഹിന്ദുയിസം അല്ല, അന്നുണ്ടായിരുന്ന സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങൾ, കൾട്ടുകൾ, ഓരോ ദേശത്തിനനുസരിച്ചുള്ള കൾട്ടുകൾ കിട്ടിയതായിട്ടും ആർക്കിയോളജിസ്റ്റുകൾ പറയുന്നുണ്ട്. മോഡേൺ ആർക്കിയോളജിസ്റ്റുകൾ ഈ 2023-24 കാലഘട്ടത്തിലാണ്. അത് ഹരിയാനയിലെ ഹിസാർ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള റാക്കിഗിരി എന്ന് പറയുന്ന ഒരു ഏരിയ എക്സ്കവേറ്റ് ചെയ്തപ്പോഴാണ് ഈ ഒരു സംഭവം കിട്ടിയിട്ടുള്ളത്. ഇതുപോലെ ആർക്കിയോളജിക്കൽ സാറ്റലൈറ്റ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ള
ആയിരക്കണക്കിന് സ്ഥലങ്ങളുണ്ട് ഇന്ത്യയിലും പുറത്തും, അങ്ങനെ പലതരത്തിലുമായിട്ട്. ഇതിലൊക്കെ തന്നെ ഒരു 10% താഴെ മാത്രമാണ് എക്സ്കവേറ്റ് ചെയ്തിട്ടുള്ളതും. ഇനി എക്സ്കവേറ്റ് ചെയ്ത് പല പഠനങ്ങൾ നടത്തിയാൽ മാത്രമേ അതിൻ്റെ ഒരു SOPയിലൂടെ പോയാൽ മാത്രമേ അവർക്കൊരു ഫൈനലായിട്ടുള്ളൊരു ഡിക്ലറേഷനിലേക്ക് ഇതിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ എന്തായിരുന്നു. അപ്പോൾ ഒരു പക്ഷേ നമ്മൾ ഇന്ന് ക്ലാസ്സുകളിൽ പഠിക്കുന്ന ഹ്യൂമൻ ഹിസ്റ്ററിയെക്കുറിച്ചുള്ള പല കാര്യങ്ങളും മാറിയേക്കാം. ഇതെല്ലാം മാറി മരണം, അങ്ങനെ മാറി വരണം. കാരണം ആൾക്കാർ പഠിക്കണം, പല കാര്യങ്ങൾ അറിയണം, എങ്ങനെയായിരുന്നു ഓരോ സിവിലൈസേഷൻസും ഉണ്ടായിരുന്നതെന്നും അറിയാനുള്ള അവസരം കിട്ടുന്നത് വളരെ നല്ലത് തന്നെയാണ്. അപ്പം ആൾക്കാർ ഒരു സംശയം വരുന്നത് ഇൻഡോളജിക്കൽ സ്റ്റഡീസിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ റിലീജിയസ് ഹിസ്റ്റോറിയൻസിൻ്റെ ഭാഗമായിട്ട് ഓരോ ദേശത്തിനനുസരിച്ചുള്ള കൾട്ടുകളെയും ആചാരത്തെക്കുറിച്ച് പറയുമ്പോൾ ഇതൊക്കെ ഉണ്ടായിരുന്നതാണോ പിന്നീട് ഉണ്ടായതാണോ, ഇതൊക്കെ വാസ്തവത്തിൽ ഇതൊക്കെ പുറത്തുനിന്ന് വന്നതല്ലേ എന്നൊക്കെയുള്ള ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാകും. അതുകൊണ്ടാണ് ഒരു ഹ്യൂമൻ ഹിസ്റ്ററിയെക്കുറിച്ചുള്ള പഠനത്തിൻ്റെ കുറച്ച് കാര്യങ്ങളൂടെ ഞാനിവിടെ സാന്ദർഭികവശാൽ പറഞ്ഞതും. എന്തായാലും വളരെ വിശദമായിട്ടുള്ളൊരു ചർച്ചയ്ക്ക് വെക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷേ നമുക്ക് സമയക്കുറവുള്ളതുകൊണ്ട് നമ്മുടെ വിഷയം തന്ത്രശാസ്ത്രമായതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകാം. എന്തായാലും ആർക്കിയോളജിസ്റ്റുകൾക്ക് അവരുടെ സൈഡിലൂടെ അവർ വളർന്ന് വികസിക്കട്ടെ, ഇൻഡോളജിസ്റ്റുകൾ അവരുടെ സൈഡിലൂടെയുള്ള റിസർച്ചുകൾ നടത്തി വളർന്ന് വികസിക്കട്ടെ. ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് സ്കോളേഴ്സ് നമ്മുടെ താളിയോലകളിൽ കെട്ടിക്കിടക്കുന്ന ഒരുപാട് ഗ്രന്ഥങ്ങൾ ജർമ്മനിയിലും അതുപോലെ തന്നെ ഇന്ത്യയിലും നേപ്പാളിലും യൂറോപ്പിലും അൺനോട്ടീസ്ഡ് ആയിട്ട് കിടക്കുന്ന പല മാനുസ്ക്രിപ്റ്റുകളെയും ഡീകോഡ് ചെയ്ത് അവർ സൂക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പല മാനുസ്ക്രിപ്റ്റുകളും പലതും അവർ ബ്രിങ് ഔട്ട് ചെയ്ത് ക്രിട്ടിക്കൽ എഡിഷനാക്കി മാറ്റുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ സമയത്ത് എൻ്റെ അന്വേഷണത്തിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട 1-2 ആൾക്കാർ പറഞ്ഞൊരു കാര്യം കൂടെ പറയാം. നേപ്പാളിൽ ഇന്നും ഒരുപാട് ഇന്ത്യ, നേപ്പാൾ, അതുപോലെ തന്നെ പല ജർമ്മൻ, അങ്ങനെ പല മാനുസ്ക്രിപ്റ്റ് ലൈബ്രറിയിലും ഒരുപാട് സാധനങ്ങൾ വെളിച്ചം കാത്ത് കിടപ്പുണ്ട്, ഒരുപാട് അറിവുകൾ വെളിച്ചം കാത്ത് കിടപ്പുണ്ട്. ഇന്ത്യയിൽ ഇങ്ങനെയുള്ള സാധനങ്ങൾക്ക് ഫണ്ടിങ് വളരെ കുറവായിരുന്നു ഈ അടുത്ത കാലം വരെ. അത് ഇതിനെക്കുറിച്ച് പഠിച്ചവർ പറഞ്ഞൊരു കാര്യം, ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന സുഹൃത്തുക്കളൊക്കെ പറയുന്നത് നേപ്പാളി ഗവൺമെൻറ്റും അതുപോലെ തന്നെ ജർമ്മനിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് 1940 മുതൽ തന്നെ ഈ മാനുസ്ക്രിപ്റ്റിലുള്ള കാര്യങ്ങളെ ഡീകോഡ് ചെയ്യാൻ ഹ്യൂജ് ഫണ്ട് ജർമ്മൻ രാജ്യം ഫണ്ട് ചെയ്യുന്നുണ്ട്. ഇന്ത്യയിൽ ഈ അടുത്ത കാലം വരെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും വലിയ ഫണ്ടിങ് ഇല്ലായിരുന്നു. ഇത്രയും MNCs ഉള്ള ഈ സ്ഥലത്ത് ആരും അങ്ങനെ ഇറങ്ങി പുറപ്പെട്ടിട്ടില്ല. ടാറ്റ ഒഴികെ. ടാറ്റ മാത്രമാണ് ഇതിനു വേണ്ടിയിട്ട് കൾച്ചറൽ കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യാനും അത് പുറത്തേക്ക് കൊണ്ടുവരാനും വേണ്ടിയിട്ട് ധാരാളം ഫണ്ട് മുടക്കിയിട്ടുള്ളത്. മറ്റുള്ളവർ ചിലപ്പോൾ അതാത് സമയത്ത് കുറച്ച് പൈസ മുടക്കിയിട്ടുണ്ടെങ്കിലും അത് അവരുടെ ഒരു ബെനിഫിറ്റിന് വേണ്ടി ഒരു മാർക്കറ്റിംഗ് പോലെ അവർ ചെയ്തിട്ടേ ഉള്ളൂ. പക്ഷേ ഈ അടുത്ത കുറച്ച് കാലമായിട്ട് ഇന്ത്യയുടെ പുതിയ ഭരണങ്ങളൊക്കെ വന്ന സമയത്ത്, കേന്ദ്രത്തിലെ ഭരണങ്ങളൊക്കെ വന്ന സമയത്ത് ഈ കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഈ പറഞ്ഞ ഒരുപാട് മാനുസ്ക്രിപ്റ്റുകളെ ഡീകോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഫണ്ട് ഗവൺമെൻറ് മുടക്കുന്നുമുള്ള ഒരു നല്ല കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. എന്തൊക്കെ തന്നെയായാലും ഇതൊക്കെ നല്ലതായിട്ട് തന്നെ നടക്കട്ടെ. ഈ തലമുറയ്ക്ക് അതുപോലെ തന്നെ വരുന്ന തലമുറകൾക്ക് പഠിക്കാൻ പുതിയ കാര്യങ്ങൾ കിട്ടട്ടെ, പുതിയ അറിവുകൾ വരട്ടെ. അത് അവർക്ക് മുന്നോട്ടുള്ള യാത്രയിലും അതാത് കാലഘട്ടത്തിന് വേണ്ട ആവശ്യങ്ങൾക്കായിട്ട് ചിലപ്പോൾ അറിവുകളൊക്കെ കെട്ടിക്കിടക്കുകയായിരിക്കാം. അത് വരട്ടെ.